ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്കും അച്ഛമ്മയ്ക്കും വയ്യാണ്ടായി. അതങ്ങനെയല്ല, അച്ഛമ്മയ്ക്ക് പനിക്കുണ്ട്. അപ്പോൾ അച്ഛമ്മേനെ ആശുപത്രി കൊണ്ടുപോകണം. ഞാനിപ്പോൾ സമ്മതിക്കാറില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ആശുപത്രി പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അച്ഛമ്മേനെയും കാണിക്കാണ്ട്. പിന്നെ എനിക്ക് ചെറുതായിട്ട് ജലദോഷവും ചെറിയൊരു പനിയൊക്കെ ഉള്ള മാതിരി തോന്നുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കാണിക്കണം. അപ്പോൾ ഞങ്ങൾ ആശുപത്രി പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യാം. നമ്മൾ ഇടുന്ന അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് കൊടുക്കാനായിട്ട് മറക്കരുത്. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞങ്ങളെങ്ങനെ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഓട്ടോറിക്ഷ ഗൈസ്. അച്ഛന്ന് പണിക്ക് പോകുമ്പോൾ വണ്ടി എടുത്തില്ല. അപ്പോൾ വണ്ടി എന്തായാലും ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷ എടുത്ത് അച്ഛനെ വിളിച്ച് അച്ഛൻ പറഞ്ഞു എടുത്ത് പോയിക്കോ, നോക്കി പോയാൽ മതിയായിരുന്നു. അങ്ങനെ നമ്മൾ ഓട്ടോറിക്ഷ എടുത്താണ് പോകുന്നത്. അച്ഛനിവിടെ താഴെ തന്നെയാണ് പണി. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ വണ്ടി എടുത്തില്ല, നടന്നാണ് പോയത്. സോ നമ്മളോട് ഓട്ടോറിക്ഷ എടുത്ത് പോകാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷ എടുത്താണ് പോകുന്നത്. അച്ഛൻ വരി. ഇവിടെ നല്ല പൊരിഞ്ഞ മഴയായിട്ട് രാവിലെ മുതൽ നല്ല മഴയാണ്. ഇപ്പം ചെറുതായിട്ടൊന്ന് നിന്നിട്ടുണ്ട്. നിങ്ങളവിടെ മഴ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. രാഗം പാടി നമുക്ക് പോവാം. കാക്കി കെട്ടിട്ടുണ്ട്. ഇത് വെല്ലച്ചിന്റെ കാക്കിയാണ് കേട്ടോ, അച്ഛന്റെ കാക്കിയല്ല. അച്ഛന്റെ കാക്കി ഫുൾ കൈയാണ്. ഇത് വെല്ലച്ചിന്റെ കാക്കിയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. സോ നമുക്ക് പോകാം. ഇന്നിവിടെ അമ്പലത്തിൽ പരിപാടി ഉണ്ട്, അതാണ് ഉച്ചവിളി. നിൽക്കണേയും വേണ്ട, കുറച്ചു നേരം കയ്യൊന്നാണ് മുന്നിലേക്ക് ആക്കി വെച്ചാൽ വന്നാൽ അയാൾ ഇങ്ങോട്ട് കൊണ്ടുവച്ചോളൂ. അച്ഛമ്മേനെ ചെക്കപ്പ് നടത്താൻ വേണ്ടി വന്നതാണ്. യൂറിക് ആസിഡ്, കൊളസ്ട്രോൾ, ഷുഗർ, പ്രഷർ ഒക്കെ നോക്കാൻ വേണ്ടി നമ്മുടെ ലാബിലോട്ട് വന്നതാണ്. ഇപ്പോൾ ഞങ്ങളങ്ങനെ അച്ഛമ്മ ചായ കുടിച്ചില്ല. അപ്പോൾ അച്ഛമ്മയ്ക്ക് ചായ വാങ്ങി കൊടുക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറിയതാണ്. അച്ഛമ്മ നല്ല എന്താണ് ഇഡ്ഡലിയും ചട്നിയും കുടിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛമ്മ. രാവിലെ ചായ ഒന്നും കുടിച്ചില്ല കേട്ടോ. ഇത് നോക്കാൻ വേണ്ടി, ചെക്കപ്പ് നടത്താൻ വേണ്ടി ചായ ഒന്നും കുടിക്കാതെ വന്നതാണ്. അങ്ങനെ നമ്മൾ ഷീറ്റ് എടുക്കാൻ വന്നിട്ടോ. ഷീറ്റ് എടുക്കാൻ വന്നപ്പോൾ എൻ്റെ അമ്മോ, എൻ്റെ കണ്ണ് തള്ളിപ്പോയി. ഇത് ഏത് ആശുപത്രി, ഇമാതിരി തിരക്ക് ഞാനിവിടെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ ഞാൻ ഷീറ്റ് എടുത്ത് ലാബിലോട്ട് പോവാണ് കേട്ടോ. ഞങ്ങളെ നമ്പർ എന്ന് പറഞ്ഞ് 188. മിക്കവാറും ഇന്ന് ഇവിടുന്ന് പോകലുണ്ടാവില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ആശുപത്രി, വാഴക്കാട് ഹെൽത്ത് സെന്റർ. അടിപൊളി തിരക്ക് നോക്കി. ഞങ്ങൾ വന്നതിന് ശേഷം ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ തിരക്ക് കാണുന്നത്. സംഭവം ഞങ്ങൾ വരുന്ന സമയത്ത് ഇത്ര തിരക്കൊക്കെ ഉണ്ടാവുന്നുണ്ട്, പക്ഷേ ഇത്ര തോന്നെ തിരക്ക് ഇന്ന് ആദ്യമായിട്ടാണ്. 187-88 ഞങ്ങളുടെ നമ്പർ. 125 ആയിട്ടുള്ളൂ. നമ്പർ കണ്ടപ്പോഴേ ഞാൻ ഉറപ്പിച്ച് മിക്കവാറും ഇവിടുന്ന് പോകണമെങ്കിൽ ഒരു സമയമാവും. ഞങ്ങൾ രാവിലെ 11:30 വന്ന് നിൽക്കാണ്ടോ. ഇപ്പൊ സമയം ഏകദേശം 12:30 ആയിട്ടുണ്ട്. ഈ നമ്പറിന്റെ ക്രമീകരണം ഉള്ളതുകൊണ്ടാണ് ആൾക്കാർ സീറ്റിലിരിക്കുന്നത്, നമ്പർ ആകുമ്പോൾ പോയി കയറുന്നത്. അല്ലെങ്കിൽ ആദ്യമുള്ളവൻ അവസാനം കയറും, അവസാനമുള്ള ആദ്യം കയറലൊക്കെയാണ് പതിവ്. അപ്പോൾ ഗൈസ് അങ്ങനെ ഞങ്ങൾ കാണിച്ച് പോവാണ്. എനിക്ക് അമ്മോ തിരക്ക് എന്ന് പറഞ്ഞാൽ ഒരു ജാതി തിരക്ക്, വല്ലാത്ത തിരക്ക്. എന്താണല്ലോ ചൊവ്വാഴ്ച. സാധാരണ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ തിരക്ക് കാണുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോകാം. പിന്നെ ഇന്ന് വേറൊരു സംഭവം ഉണ്ടായി ഗൈസ്. ഇല്ലല്ല, പിന്നെ ഇന്ന് വേറൊരു സംഭവം ഉണ്ടായി ഗൈസ്. ഞാനിങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ ഇന്ന് ഒരാൾ എൻ്റെ വണ്ടിക്ക് കൈയാട്ടി കയറി പോകുന്നു. എന്നിട്ടേക്ക് 10 റുപ്യ. ഫസ്റ്റ് ഓട്ടത്തിലെ ഫസ്റ്റ് പൈസ 10 രൂപ കിട്ടിയിരിക്കുന്നു. അപ്പം നമുക്ക് എന്തായാലും പോകാൻ കഴിച്ചു. വല്ലാത്തൊരു ദിവസം എടുത്തു. ഒരു ചായ മഴ. പോവാം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. കാണിച്ചു തന്നിട്ട് എൻ്റെ അമ്മോ, ഞാൻ പറഞ്ഞാലോ ഒരു ജാതി തിരക്കിട്ടു. ഞങ്ങളെപ്പോഴാണ് പോയി? രാവിലെ 10:30-11 മണിക്ക് പോയതാണ് ഞങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞ് വരുന്നത് 2 മണിയാകുമ്പോഴാണ്. അപ്പോൾ ഇന്ന് ഒടുക്കത്തെ തിരക്കി, എന്താണെന്നറിയില്ല. അപ്പോൾ എന്തായാലും കാണിച്ചു, അച്ചമ്മയ്ക്ക് കാണിച്ചു. അച്ചമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, ഇന്ത്യയും കാണിച്ചു, വല്ല പ്രശ്നമൊന്നുമില്ല. സോ
സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടെന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സോ നമുക്ക് അടുത്തൊരു വീഡിയോയിലാണ്. ഓക്കെ, ബൈ.